വയോധികർക്ക് വേണ്ടി മാത്രമായിട്ട് ടാറ്റ ഇനീഷ്യേറ്റീവ് എടുത്ത് ഇറക്കിയിട്ടുള്ള 180 ഡിഗ്രി സ്ട്രീറ്റ് ലൈനിൽ വരുന്ന ഡോർസ് ആണ് ഈ ഒരു വണ്ടിയുടെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 പാർട്ടായിട്ടാണ് ക്ലോസിങ് വരുന്നത്. അതുകൊണ്ട് തന്നെ സീനിയർ സിറ്റിസന് വണ്ടിയിൽ കയറാനും ഇറങ്ങാനും ഭയങ്കര എളുപ്പമായിരിക്കും. അപ്പൊ 2 വർഷം വാറന്റി കിട്ടുന്ന 2019 i20ക്ക് എന്താ ഓഫർ എന്താണ്? നമ്മൾ ഈ വണ്ടി ശരിക്കും ഒരു 6.5-ക്കാണ് നമ്മൾ പ്രൈസിങ് കിട്ടുന്നത്. പിന്നെ ഈ മാസത്തെ ഒരു ഓഫർ ആയിട്ട് നമ്മൾ വെച്ചിരിക്കുകയാണ്, ഒരു 6.20 നമുക്ക് ഈ വണ്ടി വിൽക്കാനായിട്ട് സാധിക്കും. ഇനിയും കുറയോ? ഫസ്റ്റ് ഷോറൂമിലേക്ക് വരുമ്പോൾ തന്നെ നോട്ടീസ് ചെയ്യുന്ന വെഹിക്കിൾ അതാണ് നേരെ വരുമ്പോൾ തന്നെ ആദ്യം തന്നെ കണ്ടുപോകുന്നത് ഈ ഒരു വണ്ടിയിലേക്കാണ്. നമസ്കാരം, ഞാൻ അഭി. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് നമ്മളെ കൊച്ചി ആലുവയിൽ ദേശത്ത് സ്ഥിതി ചെയ്യുന്ന ലെഫ്റ്റ് സൈഡിൽ കാണുന്ന നമ്മളെ മഹീന്ദ്രയുടെ കാർ ആൻഡ് ബൈക്ക് ഷോറൂമാണ്. ഇന്നത്തെ വീഡിയോയിൽ നമുക്കിവിടെ പരിചയപ്പെടാനുള്ളത് അത്യാവശ്യം നല്ല കിടിലം പോലത്തെ വണ്ടികൾ. വണ്ടി മേടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രീതിയിലുള്ള ടെൻഷൻ നിങ്ങൾക്ക് വേണ്ടി വരില്ല. 2 വർഷത്തെ മഹീന്ദ്രന്റെ വാറന്റി കിട്ടുന്നുണ്ടാവും, മാക്സിമം ലോൺ സൗകര്യം കിട്ടുന്നുണ്ടാവും. അതേപോലെ തന്നെ കുറഞ്ഞ കിലോമീറ്റർ ഓടിയിട്ടുള്ള റീപ്ലേസ്മെന്റോ അല്ലെങ്കിൽ മേജർ ആക്സിഡൻസോ ഇങ്ങനത്തെ യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ലാത്ത നല്ല കിടിലം പോലത്തെ വണ്ടികളാണ്. അപ്പോൾ നമുക്കിവിടെ ഓരോ വണ്ടികളും പരിചയപ്പെട്ട് തുടങ്ങാം. സോ മൂവിങ് ടു ദ വീഡിയോ. അടുത്ത വണ്ടി അപ്പോൾ അടുത്തത് ഇപ്പോൾ 2013 മോഡല് ഹ്യുണ്ടായിയുടെ i10 മാഗ്ന 1.2 ലിറ്റർ എഞ്ചിനുള്ള വണ്ടി. 2013 ഫേസ് ലിഫ്റ്റഡ് വേർഷൻ ആണ്. അതെ. എത്ര കിലോമീറ്റർ ഓടിയുണ്ടാവും? ഇതൊരു സിംഗിൾ ഓണർഷിപ്പ് വെഹിക്കിളിൽ 84,000 കിലോമീറ്റർ കവർ ചെയ്തിട്ടുണ്ട്. പെട്രോൾ മാനുവൽ ആണ്. നല്ല വണ്ടിയാണോ? നല്ല വണ്ടിയാണ്. ഈ പൊടി പിടിച്ചെടുക്കാൻ ശ്രദ്ധിക്കേണ്ട, പുറത്ത് കിടക്കുന്നതുകൊണ്ട് ഈ പൊടി ആയിട്ടുള്ളതാണ്. ഓക്കെ. നമ്മൾ വെഹിക്കിൾ ഡെലിവറി ചെയ്യുന്നതിന് മുമ്പ് ഫുൾ ക്ലീൻ ചെയ്ത് അത് 3mm കോട്ടിങ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടായിരിക്കും തരുന്നത്. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോസ് ആയിരിക്കും ഫീച്ചർ ആയിട്ട് വരുന്നുണ്ടാവും. അതെ. സിംഗിൾ ഓണർഷിപ്പ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, 84,000 കിലോമീറ്റർ ആണെന്നും പറഞ്ഞിട്ടുണ്ട്. അതെ. എത്ര റേറ്റ് വരുന്നത്? ഈ വണ്ടിക്ക് നമ്മൾ മറ്റുള്ള വണ്ടിയെ പോലെ വാറണ്ടി ഇല്ല. 2013 വണ്ടി ആയതുകൊണ്ട് വാറണ്ടി ഇല്ല. പിന്നെ റേറ്റ് വരുന്നത് ഏകദേശം ഒരു 2.35 നമുക്ക് ഈ വണ്ടി ഇറക്കാവുന്നതാണ്. അതിനും കുറയുന്നുണ്ടാവോ? പറയുന്നത് നമ്മൾ കസ്റ്റമർ സംസാരിക്കുന്ന അനുസരിച്ച് നമുക്ക് നോക്കാവുന്നതാണ്. 2013 i10 അതെ, നല്ല വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ് പക്ക വണ്ടിയാണ്. പ്രോപ്പർ സർവീസ് ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. മിഥുനേട്ടാ, എത്ര നമുക്ക് ലോൺ പറയാൻ വേണ്ടി പറ്റുന്നുണ്ടോ? 2013 വണ്ടിയാണല്ലോ, ഏകദേശം ഒരു 2 വർഷത്തോളമെങ്കിലും നമുക്ക് ലോൺ മാക്സിമം ചെയ്ത് തരാൻ വേണ്ടി നോക്കാം. 2 വർഷം അല്ലെങ്കിൽ 3 വർഷത്തേക്ക് നമുക്ക് ലോൺ ചെയ്യാം. അടുത്ത പരിചയപ്പെടാൻ 2018 മോഡല് മാരുതി സുസുക്കിയുടെ ആൾട്ടോ K10 ആണ്. ഇതൊരു സിംഗിൾ ഓണർ വെഹിക്കിൾ ആണ്. ഏകദേശം ഒരു 76,000 കിലോമീറ്റർ ഓടി. പെട്രോൾ മാനുവൽ ആണ്. 76,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. LXI, VXI ഓപ്ഷൻ, VXI പ്ലസ് ഏതാ വേരിയന്റ് ഏതാ? ഇത് VXI ആണ്. ഫീച്ചർ സൈഡിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ AC പവർ സ്റ്റിയറിംഗ്, ഫ്രണ്ട് 2 ഡോർ പവർ വിൻഡോസ് ആയിരിക്കും വരുന്നുണ്ടാവുക. എയർ ബാഗ്സ് 19 മുതലാണ് വരുന്നത്. അതേപോലെ എഞ്ചിൻ നോക്കുകയാണെങ്കിൽ നമ്മൾ മാരുതിയുടെ സ്ഥിരം കാണുന്ന K സീരീസ് എഞ്ചിൻ ആണ്. ഏകദേശം 15-18 വരെയൊക്കെ നമുക്ക് മൈലേജ് കിട്ടുന്നുണ്ടാവും. 1 ലിറ്റർ എഞ്ചിൻ. ആക്സിഡന്റ് ഹിസ്റ്ററി, റീപ്ലേസ്മെന്റ് എന്തെങ്കിലും പറയാത്ത രീതിയിൽ ആക്സിഡൻസ് കാര്യങ്ങളൊന്നുമില്ല. പ്രോപ്പർ സർവീസ് ഹിസ്റ്ററി ഉണ്ട്. 2 വർഷം വാറന്റി ഉണ്ട്. പിന്നെ വില ഏകദേശം ഒരു 3,65,000 ആ ഒരു റേഞ്ചിലേക്ക് വരും. 3,60,000 എത്തിയിട്ടുള്ളത്. 2018 ഓൾട്ടോ K10 നല്ല വണ്ടിയാണ്. വാറന്റി കിട്ടുന്നതിനെ കൊണ്ടുള്ള ഒരു വില വ്യത്യാസം ഉണ്ട്. വേറെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 5 രൂപയ്ക്കോ 10 രൂപയ്ക്കോ ഒന്നും ചെയ്യേണ്ടതില്ല. പെട്രോൾ അടിച്ച് കൊണ്ടുനടന്നാൽ മാത്രം അതിനെ കൊണ്ടുള്ള വണ്ടിയുടെ അതേ വാറന്റി കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് വേറെ ഒന്നും പേടിക്കാൻ വേണ്ടിയിട്ടില്ല. ഓക്കെ. പുതിയ ഓൾട്ടോ K10 ഏകദേശം റേറ്റ് വരുന്നത് 6 ലക്ഷം രൂപയ്ക്ക് അടുത്ത് വരുന്നുണ്ട്. 5 വർഷം പഴക്കമുള്ള വണ്ടിയാണ്. എയർ ബാഗ്സിന്റെ വ്യത്യാസങ്ങൾ വരുന്നുണ്ട്, ഷേപ്പ് വ്യത്യാസം വരുന്നുണ്ട്. പുതിയതിലേക്ക് വരുന്നേരം നല്ല വണ്ടിയാണ്. ഓക്കെ. ഇതിനായിട്ട് അടുത്തത് ഇത് 2020 മോഡല് മാരുതി സുസുക്കി എക്സ്പ്രസോ. LXI, VXI ആണോ? VXI പ്ലസ് ആണോ? ഇത് നോർമൽ VXI ആണ്. കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ടാവും? കിലോമീറ്റർ ഏകദേശം ഒരു 16,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അത്യാവശ്യം നല്ല ബോഡി ഷേപ്പ് കാണുന്നുണ്ട്. അതെ. ഇന്റീരിയേഴ്സ് ഒക്കെ ആണെങ്കിലും നല്ല നീറ്റ് ആണ്. ഔട്ട്സൈഡ് ആണെങ്കിലും. കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ടാവും? 16,000 മാനുവൽ വെഹിക്കിൾ ആണ്. 16,000 കിലോമീറ്റർ ഓടി. ഏകദേശം ഒരു 4,15,000 രൂപയാണ് ചോദിക്കുന്നത്. പിന്നെ റേറ്റ് നെഗോഷ്യബിൾ ആണ്. ലോൺ ഫെസിലിറ്റീസ് ഉണ്ട്. 2 വർഷത്തെ മഹീന്ദ്രന്റെ ലോൺ നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. വാറന്റി കൊടുക്കാനായിട്ട് പറ്റുന്നതാണ്. പുതിയ കാർ എടുക്കുന്ന ഒരു എക്സ്പ്രസ് എടുക്കുന്ന ഒരു കസ്റ്റമറിനെ സംബന്ധിച്ചിട്ട് തീർച്ചയായിട്ടും, പ്രത്യേകിച്ച് കൊച്ചി പോലത്തെ സിറ്റിയിൽ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വലിയൊരു SUV ആണ്. വലിയൊരു വണ്ടിയാണ്, പക്ഷെ ചെറിയൊരു വണ്ടിയാണ്. അങ്ങനത്തെ ഒരു വണ്ടിയാണ് മാരുതിയുടെ മിനി SUV. നമുക്ക് മൈലേജ് ഒക്കെ ഏകദേശം ഒരു 15-ന്റെ പുറത്ത് എങ്ങനെയായാലും കിട്ടുന്നുണ്ട്. 15-18 റേഞ്ചിലായിട്ട് മൈലേജ് കിട്ടും. വണ്ടി നിലവിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും മഹീന്ദ്രന്റെ വാറന്റിയിൽ നമുക്ക് ക്ലെയിം ചെയ്യാം. നല്ല വണ്ടിയാണ്, വിശ്വസിച്ചെടുക്കാം. തീർച്ചയായിട്ടും. ഇത് 2018 മോഡല് ടാറ്റ ടിയാഗോ XT. ടാറ്റ ടിയാഗോ XT പെട്രോൾ ആണോ ഡീസലാണോ? ഡീസലാണ്.
ഡീസൽ 3 സിലിണ്ടർ ആയിരിക്കും എഞ്ചിൻ വരുന്നത്. ഡീസൽ മാനുവൽ ആണ്. 20-ന് പുറത്ത് എന്തായാലും മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. തീർച്ചയായിട്ടും. XT എന്നുള്ളത് മിഡിൽ ഓപ്ഷൻ ആണ് വരുന്നുണ്ടാവുക. ഈ ഒരു 2018-19 18 മോഡലാണ്. 18 എയർ ബാഗ് വരുന്നില്ല, ബട്ട് AC പവർ സ്റ്റിയറിംഗ് 4 ഡോർ പവർ വിൻഡോസ് ഇത്രയായിരിക്കും ബേസിക് ഫീച്ചേഴ്സ് വരുന്നത്. എത്ര കിലോമീറ്റർ നിലവിൽ ഓടിയിട്ടുണ്ടാവും ഡീസൽ ടിയാഗോ? ഇത് ഏകദേശം ഒരു 70,000 കിലോമീറ്റർ അടുപ്പിച്ച് ഓടിയിട്ടുണ്ട്. 70,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ആക്സിഡന്റ് ഹിസ്റ്ററി റീപ്ലേസ്മെന്റ് എന്തെങ്കിലും പറയത്തക്ക രീതിയിലൊന്നുമില്ല. ക്ലീൻ പീസ് വണ്ടിയാണോ? ക്ലീൻ പീസ് വണ്ടിയാണ്. പിന്നെ നമ്മൾ ആക്സിഡന്റ് ഹിസ്റ്ററി കാര്യങ്ങളൊന്നുമില്ല, എല്ലാം ചെക്ക് ചെയ്യാം ഷോറൂമിൽ പോയിട്ട്. സർവീസ് ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം നമ്മുടെ ഉണ്ട്, പ്രോപ്പർ സർവീസ് ആണ്. ഓക്കെ. മഹീന്ദ്രന്റെ വാറന്റി കാര്യങ്ങളെല്ലാം നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ടാവും? തീർച്ചയായിട്ടും. 1 ഇയർ ആണോ 2 ഇയർ ആണോ? 2 ഇയർ മഹീന്ദ്രന്റെ വാറന്റി കിട്ടുന്നുണ്ടാവും. നിലവിൽ നല്ല കണ്ടീഷനിലാണുള്ളത്. ലോൺ ഒക്കെ ഏകദേശം എത്ര കിട്ടുന്നുണ്ടാവും? ലോണ് നല്ല പ്രൊഫൈലുള്ള കസ്റ്റമർ ആണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 85-90% വരെ ലോൺ ചെയ്യാൻ വേണ്ടി പറ്റും. വണ്ടിക്ക് റേറ്റ് എത്ര ചോദിക്കുന്നത്? വണ്ടിയുടെ വില ഏകദേശം വരുമ്പോൾ ഒരു 4,75,000 ആ റേഞ്ചിലേക്ക് വരും. ഒരു ലോ കിലോമീറ്റർ അതിനെ കൊണ്ടുള്ള ഒരു റേറ്റ് വ്യത്യാസമാണ്. അതെ. നമ്മൾ സാധാരണ ഡീസൽ കൊണ്ട് ഇതിൽ റേറ്റ് കുറവ് കാണാറുണ്ട്. പക്ഷെ അന്നേരം കിലോമീറ്റർ വരുന്നത് ഏകദേശം 1 ലക്ഷം 1.25 ലക്ഷത്തിന് മുകളിലാണ്. കാരണം മൈലേജുള്ള ഡീസൽ വണ്ടി അതിനെക്കൊണ്ട് വാറന്റി കാണാറില്ല. അതിനെക്കൊണ്ടുള്ള റേറ്റ് വ്യത്യാസമാണ്. എടുക്കുന്നതൊക്കെ ഇനിയിപ്പോൾ എന്തെങ്കിലും ചെറിയ മൈന്യൂട്ട് ആയിട്ട് 3 സിലിണ്ടർ വണ്ടിയാണ്. അപ്പോൾ മൈന്യൂട്ട് ആയിട്ടുള്ള ചെറിയ കംപ്ലൈന്റ് വരികയാണെങ്കിൽ പോലും മഹീന്ദ്രനെ സമീപിച്ചു കഴിഞ്ഞാൽ റെക്ടിഫൈ ചെയ്ത് തരുന്നതായിരിക്കും. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും, അതായത് ടയർ, ബ്രേക്ക്, ക്ലച്ച് ഒഴികെ തേയ്മാനം വരാത്ത എല്ലാ സ്പെയറിനും കമ്പനിയെ ഇടപെട്ടിട്ട് സോൾവ് ചെയ്ത് നമുക്ക് താഴെ തന്നെ സർവീസ് സെന്റർ എടുക്കുന്നതൊക്കെ ടെൻഷൻ ഫ്രീ ആണ്. അതെ. ഓക്കെ. ഇതിനായിട്ട് അടുത്തത് ഇത് നമ്മുടെ ടാറ്റയുടെ സ്വന്തം ആൾട്രോസ് ആണ്, 2021 മോഡൽ. ഓക്കെ. BS6 എന്നാണ് ഫ്യൂൽ നോംസ് ഫോളോ ചെയ്യുന്നത്. അതെ. HC എന്നുള്ള വേരിയന്റിലാണ് വരുന്നത്. ആഫ്റ്റർ മാർക്കറ്റ് ഐപോപ്പിന്റെ ഡോർ ഗാർഡ് കൊടുത്തിട്ട് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ബാക്ക് സെൻസേഴ്സ് വരുന്നുണ്ട്. KL40 ആണ് രജിസ്ട്രേഷൻ വരുന്നത്. കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ടാവും? കിലോമീറ്റർ ഏകദേശം ഒരു 34,000 കഴിഞ്ഞിട്ടുണ്ട്. 34,000 കിലോമീറ്റർ കഴിഞ്ഞിട്ടുണ്ട്. പെട്രോൾ അല്ലേ? പെട്രോൾ മാനുവൽ ആണ്. അതെ. വണ്ടി നിലവിലുള്ള കണ്ടീഷൻ എന്താണ്? കാണാലോ, വളരെ നല്ല കണ്ടീഷനാണ്. ഒന്നുമില്ല, പ്രോപ്പർ ആയിട്ടുള്ള സർവീസ് ചെയ്തേക്കുന്ന വണ്ടിയാണ്. നമ്മളെല്ലാം ടെസ്റ്റ് ചെയ്തിട്ട് എടുത്ത വണ്ടിയാണ്. പോരാത്തിന് 2 വർഷം വാറന്റി കൊടുക്കുന്നുണ്ട്. ഓക്കെ. ഡ്യുവൽ എയർ ബാഗ് വരുന്നതിനെ കൊണ്ട് സേഫ്റ്റി കാര്യങ്ങളെല്ലാം 5 സ്റ്റാർ റേഞ്ചിൽ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. അതെ. 1.2 ലിറ്റർ റെവട്രോൺ എഞ്ചിൻ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഏകദേശം 13, 15, 17 വരെ കമ്പനി അവകാശപ്പെടുന്നുണ്ട്. ആ റേഞ്ചിൽ മൈലേജ് കിട്ടുന്നുണ്ടാവും. ഇൻട്രോയിൽ പറഞ്ഞ പോലെ 180 ഡിഗ്രിയിൽ സ്ട്രെയിറ്റ് ലൈനിൽ 3 പാർട്ടായിട്ട് തുറക്കുന്ന ഡോറാണ്. സീനിയർ സിറ്റിസൺ അത്യാവശ്യം നല്ലപോലെ കയറാൻ വേണ്ടിയിട്ടും ഇറങ്ങാൻ വേണ്ടിയിട്ടും യൂസ്ഫുൾ ആവുന്നതാണ്. വണ്ടിക്ക് ചോദിക്കുന്ന റേറ്റ് എത്രയാണ്? ഈ വണ്ടിക്ക് ചോദിക്കുന്ന വില എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 5,80,000 രൂപയാണ്. പുതിയ വണ്ടി എടുക്കുന്ന പോലെ തന്നെ നല്ല ക്വാളിറ്റി എടുക്കാം. വിത്ത് വാറന്റി. ലോൺ വേണമെങ്കിൽ ലോണും പോസിബിൾ ആണ്. ഇതിനായിട്ട് അടുത്തത് അടുത്ത വണ്ടി 2019 മോഡല് ഹ്യുണ്ടായിയുടെ എലൈറ്റ് സ്പോർട്സ് പ്ലസ് എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. i20 ആണ് സ്പോർട്സ് പ്ലസ്. പെട്രോൾ ആണോ ഡീസൽ ആണോ? ഇതൊരു പെട്രോൾ മാനുവൽ വെഹിക്കിൾ ആണ്. പെട്രോൾ മാനുവൽ ആണല്ലേ? അതെ. ഇത് ഏകദേശം ഒരു 51,400 കിലോമീറ്റർ ഓടി സിംഗിൾ ഓണർഷിപ്പിൽ. 51,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പിൽ. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെന്റ്സ് കാര്യങ്ങളൊന്നുമില്ല. നമ്മുടെ കയ്യിൽ പ്രോപ്പർ സർവീസ് ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഷോറൂമിലാണ് എല്ലാം സർവീസ് ചെയ്തേക്കുന്നത്. ബാക്ക് സെൻസേഴ്സ് വരുന്നുണ്ട്. ഫീച്ചർ സൈഡിൽ നോക്കുകയാണെങ്കിൽ ഡിഫോഗർ ഉണ്ടാവും. അതെ. എക്സ്ട്രാ ആയിട്ട് വരുന്നുണ്ടാവുക നമുക്ക് കീലെസ് എൻട്രി അല്ല, പക്ഷേ എയർ ബാഗ്സ് വരുന്നുണ്ട്. സീറ്റ്സ് ഒക്കെ ആണല്ലോ അത്യാവശ്യം പ്രീമിയം ആയിട്ട് ചെയ്തേക്കുന്ന സീറ്റ്സ്. സ്റ്റിയറിംഗ് കൺട്രോൾസ്, ഇന്റർണൽ അഡ്ജസ്റ്റബിൾ റിയർ വ്യൂ മിറേഴ്സ് വരുന്നുണ്ടാവും. കമ്പനി അലോയ്സ് വരുന്നുണ്ട് സ്പോർട്സ് പ്ലസ് തന്നെ വരുമ്പോഴേക്കും. അതെ. 2019 സ്പോർട്സ് 1.2 എഞ്ചിൻ ആണ് വരുന്നുണ്ടാവുക. പെട്രോളിലേക്ക് വരുന്ന നേരം 11, 13, 15 മാക്സിമം റേഞ്ചിൽ മൈലേജ്. സ്പോർട്സ് പ്ലസ് ആണല്ലോ. സ്പോർട്സ് പ്ലസ് പെട്രോൾ വണ്ടി. ഈ വണ്ടിക്ക് ഏകദേശം ഒരു 6,30,000 വരെ നമുക്ക് വില വരുന്നുണ്ട്. ഓക്കെ. പിന്നെ നമുക്ക് ലോൺ പോസിബിൾ ആണ്. 2019 വണ്ടിയാണല്ലോ. പിന്നെ 2 വർഷം വാറന്റിയും കൂടാതെ തരുന്നുണ്ട്. ഇതിനായിട്ട് അടുത്തത് അടുത്ത വണ്ടി 2019 മോഡല് ഹ്യുണ്ടായിയുടെ എലൈറ്റ് സ്പോർട്സ് പ്ലസ് എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. i20 ആണ് സ്പോർട്സ് പ്ലസ്. പെട്രോൾ ആണോ ഡീസൽ ആണോ? ഇതൊരു പെട്രോൾ മാനുവൽ വെഹിക്കിൾ ആണ്. പെട്രോൾ മാനുവൽ ആണല്ലേ? അതെ. ഇത് ഏകദേശം ഒരു 51,400 കിലോമീറ്റർ ഓടി സിംഗിൾ ഓണർഷിപ്പിൽ. 51,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പിൽ. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെന്റ്സ് കാര്യങ്ങളൊന്നുമില്ല. നമ്മുടെ കയ്യിൽ പ്രോപ്പർ സർവീസ് ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഷോറൂമിലാണ് എല്ലാം സർവീസ് ചെയ്തേക്കുന്നത്. ബാക്ക് സെൻസേഴ്സ് വരുന്നുണ്ട്. ഫീച്ചർ സൈഡിൽ നോക്കുകയാണെങ്കിൽ ഡിഫോഗർ ഉണ്ടാവും. അതെ. എക്സ്ട്രാ ആയിട്ട് വരുന്നുണ്ടാവുക നമുക്ക് കീലെസ് എൻട്രി അല്ല, പക്ഷേ
എയർ ബാഗ്സ് വരുന്നുണ്ട്. സീറ്റ്സ് ഒക്കെ ആണല്ലോ അത്യാവശ്യം പ്രീമിയം ആയിട്ട് ചെയ്തേക്കുന്ന സീറ്റ്സ്. സ്റ്റിയറിംഗ് കൺട്രോൾസ്, ഇന്റർണൽ അഡ്ജസ്റ്റബിൾ റിയർ വ്യൂ മിറേഴ്സ് വരുന്നുണ്ടാവും. കമ്പനി അലോയ്സ് വരുന്നുണ്ട് സ്പോർട്സ് പ്ലസ് തന്നെ വരുമ്പോഴേക്കും. അതെ, 2019 സ്പോർട്സ് 1.2 എഞ്ചിൻ ആണ് വരുന്നുണ്ടാവുക. പെട്രോളിലേക്ക് വരുന്ന നേരം 11, 13, 15 മാക്സിമം റേഞ്ചിൽ മൈലേജ്. സ്പോർട്സ് പ്ലസ് ആണല്ലോ. സ്പോർട്സ് പ്ലസ് പെട്രോൾ വണ്ടി. ഈ വണ്ടിക്ക് ഏകദേശം ഒരു 6,35,000 വരെ നമുക്ക് വില വരുന്നുണ്ട്. ഓക്കെ. പിന്നെ നമുക്ക് ലോൺ പോസിബിൾ ആണ്. 2019 വണ്ടിയാണല്ലോ, പിന്നെ 2 വർഷം വാറന്റിയും കൂടാതെ തരുന്നുണ്ട്. 2 വർഷം വാറന്റി കിട്ടുന്നുണ്ട്. മാക്സിമം ലോൺ ചെയ്യാൻ വേണ്ടി പറ്റും. മാക്സിമം ലോൺ ചെയ്യാം, 90% ലോൺ ചെയ്യാനായിട്ട്. സിംഗിൾ ഓണർഷിപ്പ് ആണ്, റീപ്ലേസ് ഒന്നുമില്ല, റീപ്ലേസ്മെന്റ്സ് ഒന്നുമില്ല. എടുക്കുന്ന ആൾക്ക് വാല്യൂ ഫോർ മണി ഉള്ള വണ്ടിയാണ്. തീർച്ചയായിട്ടും. ഓഫർ എന്താണ്? നമ്മൾ ഈ വണ്ടി ശരിക്കും ഒരു 6.5-ക്കാണ് നമ്മൾ പ്രൈസിങ് കിട്ടുന്നത്. പിന്നെ ഈ മാസത്തെ ഒരു ഓഫർ ആയിട്ട് നമ്മൾ വെച്ചിരിക്കുകയാണ്, ഒരു 6.20 നമുക്ക് ഈ വണ്ടി വിൽക്കാനായിട്ട് സാധിക്കും. ഇനിയും കുറയോ? അടുത്തത് ഇത് നമ്മുടെ വോൾസ്വാഗന്റെ വെൻഡോ 2016 മോഡലാണ്. ഡീസൽ ഓട്ടോമാറ്റിക് DSG ഗിയർ ബോക്സ്. ഓക്കെ. 1.5 ലിറ്റർ TDI എഞ്ചിൻ ആയിരിക്കും വരുന്നുണ്ടാവുക. യെസ്. കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ട്? കിലോമീറ്റർ ഏകദേശം ഒരു 77,000 കിലോമീറ്റർ കഴിഞ്ഞു. ഓക്കെ. ജെന്യൂൻ ഹിസ്റ്ററി ഉള്ള വണ്ടിയാണോ? ജെന്യൂൻ ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. കറക്റ്റ് ആയിട്ടുള്ള സർവീസ്, പ്രോപ്പർ ആയിട്ടുള്ള വർക്കുകളാണ്. സർവീസ് ഹിസ്റ്ററി നമ്മുടെ വക്കലുണ്ട്. പോരാത്തതിന് ബിൽ ക്വാളിറ്റി ആണല്ലോ, വോൾസ്വാഗന്റെ കാര്യം പറയേണ്ടതില്ലല്ലോ. ഓക്കെ. ഓണർഷിപ്പ് എത്രയാണ് വരുന്നത്? ഓണർഷിപ്പ് ഇതൊരു സെക്കൻഡ് ഓണർ വെഹിക്കിളാണ്. വേറൊരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പൊ സാധാരണ വെൻഡോ യൂസേഴ്സ് പറയുന്ന ഒരു കാര്യമുണ്ട്, വെൻഡോ എടുക്കണ്ട, ഇൻജക്ടർ ടർബോ ഒക്കെ പണി കിട്ടുന്നുള്ളത്. ഇപ്പം വാറണ്ടിയിൽ കവേർഡ് ആയിട്ടുള്ള ഈ ഒരു വണ്ടി എടുക്കുന്ന നേരം കസ്റ്റമർക്ക് ആ ടെൻഷൻസ് ഒന്നും ഉണ്ടാവില്ല. ഒരു ടെൻഷനും വേണ്ട. ഓക്കെ. 2 വർഷം മഹീന്ദ്രന്റെ വാറണ്ടി കിട്ടുന്നുണ്ടാവും. എഞ്ചിൻ ടർബോ ഇങ്ങനെയുള്ള ഇപ്പം DSG ഗിയർ ബോക്സ് അത്യാവശ്യം മെയിൻ്റെനൻസ്, സെൻസർ, ഇതൊക്കെ നോർമലി വരുന്ന കംപ്ലൈന്റ്സ് ആണ്. അതെ, അതൊക്കെയാണ് മെയിൻലി വരാറുള്ള കംപ്ലൈന്റ്സ്. 1 lakh കിലോമീറ്റർ ഒക്കെ ആകുമ്പോഴത്തേനും വരുന്ന കംപ്ലൈന്റ്സ് അതൊക്കെയാണ്. അതൊക്കെ മാറ്റി നിർത്തി നോക്കുമ്പോൾ ഏറ്റവും ബെസ്റ്റ് വെഹിക്കിൾ തന്നെയാണ് വെൻഡോ. ABS സെൻസറിന് മാത്രം ഏകദേശം 1,000 രൂപ വരുന്നുണ്ട്. തീർച്ചയായിട്ടും. അപ്പൊ അങ്ങനത്തെ മെയിൻ്റെനൻസ് കാര്യങ്ങളൊന്നും കസ്റ്റമർക്ക് ടെൻഷൻ വേണ്ട. റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല, നല്ല വണ്ടിയാണ്. റേറ്റ് എത്ര ചോദിക്കുന്നത്? റേറ്റ് ഏകദേശം ഇതിനൊരു 6,60,000 രൂപയാണ്. പിന്നെ അത് നെഗോഷ്യബിൾ ആണ്. ഒരു 6,45 നമുക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഓക്കെ. 2017-16. അതെ. ഓക്കെ. നല്ല വണ്ടിയാണ്. DSG ഗിയർ ബോക്സ് ആണ്. പവറിന് പവർ ഉണ്ട്, മൈലേജിന് മൈലേജ് ഉണ്ട്. ലോൺ ഒക്കെ ഏകദേശം എത്ര നമുക്ക് കിട്ടുന്നുണ്ടോ? ലോൺ ഏകദേശം 2016 വണ്ടിയാണല്ലോ, ലോൺ ചെയ്യാൻ പോസിബിൾ ആണ്. നല്ല പ്രൊഫൈലുള്ള കസ്റ്റമർ ആണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 85% വരെ ലോൺ ചെയ്യാൻ പറ്റും. ഇതിലോട്ട് അടുത്തത് ഇത് 2021 മോഡൽ മാരുതി സുസുക്കിയുടെ ഇഗ്നിസ് എന്ന് പറഞ്ഞ വെഹിക്കിളാണ്. സീറ്റ വേരിയന്റ് ആണ്. സീറ്റ എന്നുള്ളത് ആൽഫ എന്നുള്ള ഫുൾ ഓപ്ഷൻ തൊട്ട് താഴെ വരുന്ന വേരിയന്റ് അതിനൊക്കെ ഉണ്ട്. അതെ. നമുക്ക് ബാക്ക് സെൻസേഴ്സ്, ഡിഫോഗർ, ബാക്ക് വൈപ്പേഴ്സ്, കമ്പനി ഇൻബിൽട്ട് ആയിട്ട് വരുന്ന OE alloy വീൽസ് എല്ലാം തന്നെ അവൈലബിൾ ആയിരിക്കും. നല്ല ഷേപ്പ് കാണുന്നുണ്ട്. ഒരുപാട് കിലോമീറ്റർ ഓടിയിട്ടുണ്ടോ? ഇത് ഏകദേശം ഒരു 43,000 കിലോമീറ്റർ ആയിട്ടുള്ളൂ. ഓക്കെ. സീറ്റ എന്നുള്ള വേരിയന്റ് അതിനെ കൊണ്ട് തന്നെ പുഷ് ബട്ടൺ സ്റ്റാർട്ട് ആണ്. ഡ്യുവൽ എയർ ബാഗ് ഫ്രണ്ടിൽ തന്നെ കാണുന്നുണ്ട്. സ്റ്റിയറിംഗ് കൺട്രോൾസ് വരുന്നുണ്ടാവും. 4 ഡോർ പവർ വിൻഡോസ്, AC പവർ സ്റ്റിയറിംഗ്, ഇത്രയ്ക്കായിരിക്കും ഫീച്ചർ വരുന്നുണ്ടാവുക. ഇത് എഞ്ചിൻ വരുന്നത് 1 ലിറ്റർ അല്ലേ? അതെ. 1 ലിറ്റർ K സീരീസ് എഞ്ചിനിൽ തന്നെ നമുക്ക് വരുന്ന AMT എന്നുള്ള ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആയിരിക്കും. എങ്ങനെയായാലും 17-18 തന്നെ പെട്രോൾ നമുക്ക് ഡീസന്റ് ആയിട്ട് മൈലേജും കിട്ടുന്നുണ്ട്. ഓക്കെ. പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് ഈ വെഹിക്കിള്. റേറ്റ് എത്ര ചോദിക്കുന്നത്? റേറ്റ് ഈ വണ്ടിക്ക് റേറ്റ് ചോദിക്കുന്നത് ഏകദേശം ഒരു 6,60,000 രൂപയാണ് ചോദിക്കുന്നത്. നെഗോഷ്യബിൾ ആയിട്ടുള്ള റേറ്റ് ആണ്. അതിന്റെ കൂടെ തന്നെ നമുക്ക് മഹീന്ദ്രയുടെ 2 ഇയർ വാറണ്ടി കിട്ടുന്നുണ്ട്. അതിന് അഡീഷണൽ ചാർജസ് കാര്യങ്ങളൊന്നും ഇല്ല. ഓക്കെ. ഇനി വണ്ടിക്ക് ലോണൊക്കെ ഏകദേശം എത്ര നമുക്ക് പറയാൻ വേണ്ടി പറ്റുന്നുണ്ടോ? ലോൺ ഈ വണ്ടി 2021 മോഡലാണല്ലോ, സുഖമായിട്ട് ലോൺ ചെയ്യാം. ഏകദേശം 90% വരെ നമുക്ക് ലോൺ ചെയ്യാം. നല്ല പ്രൊഫൈലുള്ള കസ്റ്റമർ ആണെന്നുണ്ടെങ്കിൽ ചെറിയൊരു ഡൗൺ പേയ്മെന്റ് ഒരു 50,000 റേഞ്ചിൽ ഉണ്ടെങ്കിൽ നമുക്ക് മൈലേജ് ഉള്ള ഓട്ടോമാറ്റിക് വണ്ടി, ലോ കിലോമീറ്റർ എടുക്കാം. ഗുഡ് ലുക്കിംഗ് പ്രസൻസ് ഉള്ള ഒരു വണ്ടി എടുക്കാം. ഓക്കെ. അർബൻ SUV. അതെ. ഓക്കെ. മാർക്കറ്റിൽ നിന്ന് ഓരോ വണ്ടികൾ ഡിസ്കണ്ടിന്യൂ ചെയ്ത് ഒഴിവായി പോകുന്നവരാണ്. അയ്യോ നിർത്തണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് തോന്നുന്നു. അങ്ങനെയുള്ളൊരു വണ്ടിയാണ് ഹോണ്ട ജാസ് എന്നുള്ളത്. അതെ. 1.2 ലിറ്റർ വെൽ റിഫൈൻഡ് ആയിട്ടുള്ള ഹോണ്ടന്റെ എഞ്ചിൻ ആണ്. KL17 ആണ് രജിസ്ട്രേഷൻ വരുന്നത്. ഇത് എവിടെയാണ് രജിസ്ട്രേഷൻ വരുന്നത്? അറിയത്തില്ല, എനിക്കറിയില്ല. അപ്പൊ വിട്ടേക്കാം. മോഡൽ ഏതാ വരുന്നത്? ഹോണ്ട ജാസ് 2019 മോഡൽ ഹോണ്ട ജാസ് V എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. V എന്നുള്ളത് VX-നും ZX-നും ഒക്കെ താഴെ വരുന്ന മിഡിൽ ഓപ്ഷൻ ആയിട്ട് വരുന്നുണ്ടാവും. ഫീച്ചർ സൈഡിൽ ബാക്ക് സെൻസേഴ്സ്, അതേപോലെ ഡിഫോഗർ, alloy വീൽസ്, ബാക്ക് വൈപ്പർ, ഇങ്ങനെയുള്ള ഒരു ഇതെല്ലാം ഫീച്ചേഴ്സും വരുന്നുണ്ടാവും. വണ്ടീൻ്റെ ഇന്റീരിയർ സൈഡിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഡ്യുവൽ എയർ ബാഗ് ആയിരിക്കും അവൈലബിൾ ആയിട്ടുണ്ടാവുക.
അത്യാവശ്യം 4 പേർക്കൊക്കെ നല്ല കംഫർട്ടബിൾ ആയിട്ട് സ്ലിം ആയിട്ടുള്ള 4 പേർക്ക് കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സ്പേസിംഗ് ആണ്, ഐ മീൻ സീറ്റിംഗ് ആണ് ചെയ്തിട്ടുള്ളത്. സ്റ്റിയറിംഗ് കൺട്രോൾസ്, ഡ്യുവൽ എയർ ബാഗ്, ഇത്രയൊക്കെ ആയിരിക്കും. ABS ഇതൊക്കെ ആയിരിക്കും. ഹോണ്ട ജാസിലേക്ക് വരുന്നേരം V എന്നുള്ള പേര് നമുക്ക് കിട്ടുന്ന ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ. കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ടാവും ഹോണ്ട ജാസ്? സെക്കൻഡ് ഓണറിലുള്ള ഈ ഒരു വണ്ടി ഏകദേശം 27,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. 27,000. അതെ. സിറ്റിയിലേക്കും അതേപോലെ തന്നെ ഹൈവേയിലേക്കും ഒക്കെ കൊണ്ടുപോകാൻ പറ്റുന്ന, ക്രൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡൽ. തീർച്ചയായിട്ടും ലേഡീസ് ഒക്കെ കൂടുതൽ പ്രിഫർ ചെയ്യുന്ന ഒരു വെഹിക്കിൾ ആണ്. ഓട്ടോമാറ്റിക് കൂടെ ആണെങ്കിൽ ഒന്നും പറയാനില്ല. അതെ. ഹോണ്ട ജാസ് ഇപ്പൊ റേറ്റ് എത്ര ചോദിക്കുന്നത്? ഇതിന് വരുന്ന ഏകദേശം ഒരു 6,80,000 റേഞ്ച് ആണ് നോക്കുന്നത്. 2023 വണ്ടി ഡിസ്കണ്ടിന്യൂഡ് ആവുന്നേരം വണ്ടിക്ക് ഏകദേശം 10ന്റെ പുറത്ത് റേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അതെ. നിലവില് ഇപ്പം മഹീന്ദ്രന്റെ വാറന്റി കിട്ടുന്നുണ്ടാവും. 2 വർഷം വാറന്റി ഉണ്ടാവും. പിന്നെ കൂടാതെ തന്നെ ലോൺ നോക്കുന്ന കസ്റ്റമേഴ്സിന് ലോൺ പോസിബിൾ ആണ്. ലോൺ കിട്ടുന്നുണ്ടോ? മാക്സിമം ലോൺ ചെയ്യാൻ പറ്റും. എടുക്കുന്ന വേറെ ടെൻഷൻ ഒന്നുമില്ല. വേറെ ടെൻഷൻ ഒന്നും വേണ്ട. പിന്നെ ഹോണ്ടഡ് എഞ്ചിൻ ആണല്ലോ, വർഷങ്ങളോളം ഓടിക്കോളും. തല്ലിക്കൊന്നാലും ടൊയോട്ടന്റെ ഒക്കെ പറയുന്ന പോലെ ചാവില്ല. പീരിയോഡിക് സർവീസിന് പോവാണെങ്കിലും ചെറിയൊരു എമൗണ്ട്, തുച്ഛമായിട്ടുള്ള ഒരു എമൗണ്ട് സർവീസിനും വരുന്നുള്ളൂ. ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു തീരെ നഷ്ടം. അതെ. അടുത്തത് ഇതാണ് നമ്മുടെ ടാറ്റയുടെ സ്വന്തം നെക്സോൺ. ടാറ്റ നെക്സോൺ ഡീസൽ ആണോ പെട്രോൾ ആണോ? ഡീസൽ മാനുവൽ ആണ്. ഡീസൽ മാനുവൽ ആണ്. 1.5 ലിറ്റർ റെവട്ടോർക്ക് എഞ്ചിൻ ആയിരിക്കും. അതെ, എഞ്ചിൻ വരുന്നുണ്ടാവുക. XM ഡീസൽ അതിനെ കൊണ്ട് തന്നെ ബാക്ക് സെൻസേഴ്സ്, അതേപോലെ ഒരു ബാക്ക് ക്യാമറ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഇന്റീരിയറിലേക്ക് വരുന്ന നേരം പുതിയതായിട്ട് സീറ്റ് കവേഴ്സ് ചെയ്ത് ഇന്റീരിയർ നല്ല നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തായിട്ട് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഫീച്ചേഴ്സ് ആയിട്ട് നമുക്ക് ഡ്യുവൽ എയർ ബാഗ്, സ്റ്റിയറിംഗ് കൺട്രോൾസ്, അതേപോലെ തന്നെ 3 ഡ്രൈവിംഗ് മോഡ്സ്, അതായത് സിറ്റി, എക്കണോമി, അതേപോലെ തന്നെ സ്പോർട്ട് എന്നുള്ള 3 ഡ്രൈവിംഗ് മോഡ് വരുന്നുണ്ടാവും. 70, 90, 110 PS എന്നുള്ള 3 രീതിയിലായിട്ട്. ഏകദേശം ഡീസലിൽ നമുക്ക് യൂസർ റിവ്യൂസിലൊക്കെ കാണാറുള്ളത് ടാങ്ക് ടു ടാങ്കിൽ വരെ ഹൈവേസിൽ 27 കിലോമീറ്റർ വരെ മൈലേജ് ഈ ഒരു വണ്ടിക്ക് കിട്ടാറുണ്ടെന്നാണ്. കമ്പനി ഏകദേശം 22-24 റേഞ്ചിലൊക്കെയാണ് അവകാശപ്പെടുന്നത്. പക്ഷേ യൂസേജ് പോലെ അതിനും കൂടുതൽ കിട്ടുന്നുണ്ടാവും. വണ്ടി നിലവിൽ ആക്സിഡന്റ് ഹിസ്റ്ററി റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. ഈ മോഡൽ സിംഗിൾ ആണോ? അതെ. 2018 വണ്ടിയാണ്. ഏകദേശം ഒരു 88,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 88,000 കിലോമീറ്റർ. 58 വെറും 58,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. നല്ല വണ്ടിയാണോ? സിംഗിൾ ഓണർഷിപ്പ്, നല്ല വണ്ടിയാണ്. പ്രോപ്പർ സർവീസ് ഉണ്ട്, നല്ല ക്വാളിറ്റിയാണ്. KL 59 തളിപ്പറമ്പ് രജിസ്ട്രേഷൻ ആണ്. അതെ. റേറ്റ് എത്ര ചോദിക്കുന്നത്? സിംഗിൾ ഓണർഷിപ്പ് ആയുള്ള ഈ വണ്ടി മേടിക്കാൻ വേണ്ടി ഏകദേശം 7 ലക്ഷം രൂപ ഉണ്ടാവും. 7 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. വണ്ടി ഇറങ്ങുന്ന ടൈമിൽ വണ്ടിക്ക് റേറ്റ് വന്നിട്ടുണ്ടായിരുന്നത് ഏകദേശം 11 അടുത്താണ്. ഇപ്പൊ നിലവില് എടുക്കുന്ന ആൾക്ക് വേറെ വർക്കൊന്നുമില്ല. പ്രോപ്പർ സർവീസ് ഹിസ്റ്ററി ഉണ്ട്, എല്ലാം ഉണ്ട്. പിന്നെ 2 വർഷത്തെ വാറന്റിയും കൊടുക്കുന്നുണ്ട്. സാധാരണ നമ്മൾ ഇതേ വണ്ടി തന്നെ ഏകദേശം 6.5 ലക്ഷം രൂപയ്ക്കും 6 ലക്ഷം രൂപയ്ക്ക് താഴെ കാണാറുണ്ട്. പക്ഷെ അന്നേരമുള്ള മെയിൻ വ്യത്യാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിലോമീറ്റർ ആണ്. ഒന്നിന് പുറത്ത് ഓടിക്കഴിഞ്ഞ് മാക്സിമം യൂട്ടിലൈസ് ചെയ്ത വണ്ടി ആയിരിക്കും. പക്ഷെ ഇത് 58,000 കിലോമീറ്റർ ഓടിയിട്ടേ ഉള്ളൂ. അതായത് പുതിയ പോലെ തന്നെ ഇൻഷുറൻസ് ആണ്. BS4 എഞ്ചിൻ വരുന്നതിനെ കൊണ്ട് നല്ല പെർഫോമൻസ് ഉണ്ടാവും. ഇപ്പൊ നടക്കുന്ന നെക്സോൺ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ ബൂട്ട് സ്പേസ് കാര്യങ്ങളെല്ലാം ഈ വണ്ടിക്ക് കുറച്ചും കൂടെ കൂടുതലായിരിക്കും കമ്പാരിറ്റീവ്ലി. നല്ല വണ്ടിയാണ്. ലോണൊക്കെ ഏകദേശം എത്ര കിട്ടുന്നുണ്ടോ? ലോൺ മാക്സിമം ലോൺ നമുക്ക് ചെയ്യാം. ഒരു 85% ലോൺ ചെയ്യാം. ഇത് നമ്മുടെ ഫോർഡ് എക്കോസ്പോർട്ട് ട്രെൻഡ് 2020 മോഡൽ. 2020 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും ലാസ്റ്റ് ഇറങ്ങിയിട്ടുണ്ടായിരുന്ന എക്കോസ്പോർട്ടുകളിൽ ഒരു മോഡൽ ഇതാണ്. ഫോർഡ് ഇന്ത്യയിലേക്ക് തിരിച്ചു വരുന്നതിനെ കൊണ്ട് വേറെ ഇപ്പം അല്ലെങ്കിലും സ്പെയറിന്റെ കാര്യത്തിലൊന്നും പേടിക്കാനൊന്നുമില്ല. ഇത് പെട്രോൾ ആണോ ഡീസൽ ആണോ വേരിയന്റ്? ഇത് പെട്രോൾ മാനുവൽ ട്രാൻസ്മിഷൻ ആണ്, സിംഗിൾ ഓണർ. വേരിയന്റ് ഏതാ വരുന്നത്? വേരിയന്റ് ട്രെൻഡ് 1.5 ലിറ്റർ എഞ്ചിനാണ്. അത്യാവശ്യം നല്ല പവർഫുൾ ആയിരിക്കും. അതേപോലെ തന്നെ ഈ ഒരു കളറിൽ നല്ല റോഡ് പ്രസൻസ്, ബ്ലാക്ക് കളർ ഭയങ്കര. റീപ്ലേസ്മെന്റ് ഒന്നും വന്നിട്ടില്ലല്ലോ? റീപ്ലേസ്മെന്റ്സ് കാര്യങ്ങളൊന്നും പ്രോപ്പർ സർവീസ് ഹിസ്റ്ററി ഉള്ള വെഹിക്കിളാണ്. നമ്മുടെ വെഹിക്കിൾ തന്നെ ഉണ്ട് സർവീസ് ഹിസ്റ്ററി. കസ്റ്റമറിന് ഷോറൂമിൽ കൊണ്ട് ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പോരാത്തതിന് മഹേന്ദ്രയുടെ 2 വർഷമുള്ള വാറന്റി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ. ഇപ്പൊ 2020 മോഡല് എക്കോസ്പോർട്ടിന് നിങ്ങൾ ചോദിക്കുന്ന റേറ്റ് എത്രയാണ്? ഇതിന് ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 7,75,000 ആ ഒരു റേഞ്ചിലേക്ക് വരും. ഓക്കെ. അതെ. ഇനിയും കുറയുന്നുണ്ടോ? അത് നമ്മൾ കസ്റ്റമർ നേരിട്ട് വന്ന് വണ്ടി മാക്സിമം കുറച്ച് കൊടുക്കുന്നതാണ്. ഫണ്ടിങ് എങ്ങനെ ഒരു 90% ഉള്ള രീതിയിൽ ചെയ്തൂടെ? അതെ. കസ്റ്റമർ അത്യാവശ്യം നല്ല പ്രൊഫൈലുള്ള സാലറിയുടെ വ്യക്തിയാണെന്നുണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് ഈ വണ്ടി ഒരു 90% ലോൺ ചെയ്യാം. ഓക്കെ. 63,000 എന്നുള്ള ജെന്യൂൻ കിലോമീറ്റർ ആണ്.
ജെന്യൂൻ കിലോമീറ്റർ ആണ്. നല്ല വണ്ടി വിശ്വസിച്ചെടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഏകദേശം നമ്മൾ ഏകദേശം എല്ലാം ടെസ്റ്റ് ചെയ്തെല്ലാം എടുത്ത വണ്ടിയാണ്. 13-15 റേഞ്ചിൽ മൈലേജും പെട്രോളും വീഡിയോയിൽ കാണിച്ചിട്ടുള്ള ഈ ഒരു അടിപൊളി വണ്ടികളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് കൂടുതൽ അറിയാനായിട്ട് ഈ സ്ക്രീനിൽ തന്നെ കൊടുത്തിട്ടുള്ള നമ്പർ നിങ്ങൾ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ കാണുമ്പോൾ ഹാപ്പി സൈനിങ് ഓഫ്. അഡിയോസ്.